സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ്. അതായത് നേരത്തെ നമുക്കറിയാം തീരുവയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വം, അത് ഡിസ്കഷന് ശേഷം അത് 18% 25-ൽ നിന്നും കുറയ്ക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ ട്വീറ്റായി അറിയിക്കുകയാണ്. അപ്പോൾ ഈ ചുവടുവയ്പ് അതിനുശേഷം ഏറ്റവും ഒടുവിലെ 2 മണിക്കൂറിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രതികരണവും ആ നിലയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചുവടുവയ്പ്പിനെ, കാരണം ദീർഘനാളത്തെ ചർച്ചകളാണ്, പക്ഷേ അവിടെ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല, പകരം വെനസ്വേലയിൽ നിന്നും വാങ്ങുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രംപിന്റെ ട്വീറ്റിൽ. അപ്പോൾ ഈ ചർച്ചകൾക്ക് ഒരു തീരുമാനമായോ? എന്താണ് ഇനി ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് ഘടകങ്ങൾ, ചർച്ചകൾ? ഇതിപ്പോ തീർച്ചയായിട്ടും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവണം. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെയൊരു നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 48% നിന്ന് 29% വരെ ഒരു ഡിസംബറിൽ തന്നെ കുറച്ചിരുന്നു. അത് പിന്നെയും കുറച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് പുറത്തു പറയുന്നുണ്ടായിരുന്നില്ല, അദ്ദേഹം അത് രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ തരത്തില് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. അപ്പം ട്രംപ് അങ്ങനെ പോകുന്ന പക്ഷം, അതായത് ട്രംപും നമ്മളും ഇണങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാഷ്ട്രമാണ് അമേരിക്ക. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല, വളരെ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒട്ടുമിക്ക രാജ്യങ്ങളുമായിട്ടും ട്രേഡ് ഡെഫിസിറ്റ് ആണുള്ളത്. അമേരിക്കയുമായിട്ട് നമുക്ക് ട്രേഡ് സർപ്ലസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വർഷം മാത്രമാണ് അമേരിക്കയുമായിട്ട് നമുക്ക് ട്രേഡ് ഡെഫിസിറ്റിലേക്ക് വന്നത്. അപ്പോൾ അതിന് ചില കണ്ടീഷൻസ് വേറെയും വെച്ചിരുന്നു. അതായത് അമേരിക്കയുടെ അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് സോയാബീൻസ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കയറ്റി അയക്കണം, അത് ഡംപ് ചെയ്യണം. എന്ന് വെച്ചാൽ അവിടുത്തെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയുടെ വിപണി പിടിക്കുക എന്ന താല്പര്യമുണ്ടായിരുന്നു ട്രംപിന്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ വിപണി പിടിക്കണമെന്ന താല്പര്യം ഉണ്ടാകുന്നത്? നമ്മൾ 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ലോകത്തെ 1ാമത്തെ ജനസംഖ്യാ രാഷ്ട്രമാണ്. അപ്പൊ ഇതുപോലെ ഒരു വിപണി ഈ ആഗ്രോ പ്രോഡക്ട്സിന് കിട്ടുകയാണെങ്കിൽ അമേരിക്കക്കെതിരെയുള്ള ഈ താരിഫിന്റെ കാര്യത്തിൽ സീറോയിലേക്ക് അതിന്റെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടെ ഒരു ആശ്ചര്യം വരുന്നത്. അത് നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം 25 ആദ്യം വെച്ച തീരുവ, അതിന്റെ ഇരട്ടി എന്ന രീതിയിലാണ് 50-ലേക്ക് എത്തിയത് ഓഗസ്റ്റ് മാസത്തില്. അപ്പൊ അത് സീറോയിൽ പോകുമെന്ന്, സീറോ നേരത്തെയും ഇല്ല. ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് സീറോ ആയിരുന്നു. പക്ഷേ നമ്മൾ പല ഉൽപ്പന്നങ്ങൾക്കും 10, 13%, 12% ഈ തരത്തിലൊക്കെ തീരുവ ഉണ്ടായിരുന്നു. അപ്പൊ പണ്ടുണ്ടായിരുന്ന തീരുവയും കുറച്ച് സീറോയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് ചില ഉൽപ്പന്നങ്ങളുടെ തീരുവ സീറോയിലേക്ക് കൊണ്ടുപോകാനും മതി. പണ്ടും അത് സീറോ ആയിരുന്നു. അപ്പൊ പണ്ടത്തെ ആ ലെവൽ തന്നെ കൊണ്ടുവരിക എന്ന രീതിയിൽ സീറോയിലേക്ക് പോകാനും മതി. എന്തായാലും ശരാശരി 18% എന്ന് പറയുന്നത് നമുക്ക് വലിയ ആശ്വാസകരമായ ഒന്നാണ്. കാരണം നമ്മുടെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള, അതായത് വസ്ത്രവ്യാപാരം, തുകൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരുന്ന ഒരു ബിസിനസ്സാണ് സ്വർണ്ണ വജ്ര വ്യാപാരം, വജ്ര ആഭരണ വ്യാപാരം. അത് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് അമേരിക്കയിലേക്കാണ്. സത്യം പറഞ്ഞ അപ്പാരൽ രംഗത്ത്, ആഭരണ രംഗത്തൊക്കെ അമേരിക്കയുടെ വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പോകുന്നത്. അങ്ങനെ ഡിസൈൻ ചെയ്താണ്. അപ്പൊ അങ്ങനെ നല്ല ഒരു ബന്ധം പുലർത്തിയിരുന്ന ആ വിപണി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോഴും ഓർക്കുക, ട്രംപ് ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ കാർഷിക വിപണി തുറന്നു കൊടുത്തിട്ടില്ല. അതാണ് അവിടുത്തെ ഏറ്റവും, അത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇത്ര 48% ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് കാർഷിക വിപണി തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു ട്രംപിനെ ആദ്യം ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. അതിപ്പോഴും നടത്തിയിട്ടുണ്ടാവില്ല. കാരണം കാർഷിക വിപണി തുറന്നു കൊടുത്താൽ അത് വലിയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കും.
48% ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ അത് തുറന്നു കൊടുക്കാതെ ഇങ്ങനെ തീരുവ കുറച്ചു കൊണ്ടുവരത്തക്ക രീതിയിൽ നമ്മുടെ ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ള മിടുക്കരാണ്, നമ്മുടെ ജയശങ്കറൊക്കെ വളരെ മിടുക്കരാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ആ മിടുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ തീരുവ 20% താഴെ വരുമെന്ന് എന്നെ പോലുള്ളവരൊക്കെ തന്നെ വിചാരിച്ചിരുന്നു. അങ്ങനെ വന്നാലേ പറ്റൂ. അപ്പൊ നമ്മുടെ വളരെ നന്ദി ഡോക്ടർ മേരി ജോർജ് പ്രതികരിച്ചതിന്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ തീരുവയുടെ കാര്യത്തിൽ അന്തിമ ധാരണയിലേക്ക് എത്തി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദം. പകരം തീരുവ അത് 25% നിന്നും 18% കുറച്ചു എന്ന് പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് മേൽ ചാർത്തിയ ആ താരിഫ് അത് 0 എത്തുന്നു എന്നതുകൂടി ഈ ട്വീറ്റിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പകരം തീരുവ കുറച്ചതിൽ അമേരിക്കയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ട്വീറ്റും അല്പസമയം മുമ്പ് എത്തുകയുണ്ടായി.